السلام عليكم ورحمة الله وبركاته. إن الحمد لله الصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കേരള നദുവത്തുൽ മുജാഹിദീൻ സംഘടിപ്പിക്കുന്ന തൗഹീദ് ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ വെബിനാറിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തിനെ സംബന്ധിച്ചാണ്. അല്ലാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളിലുള്ള ഏകത്വം, അത് എങ്ങനെയാണ് സത്യസരണിയിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച പഠന പ്രബന്ധങ്ങളാണ് ഇവിടെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് എന്ന് അവതരിപ്പിച്ചുകൊണ്ടൊരു ആമുഖം പറയൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടർ വിശദീകരണങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അറാഫിന്റെ 180-ാം ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ നമ്മോട് പറയുന്ന ചില സംഗതികളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിന് വിശിഷ്ടങ്ങളായ നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ കൊണ്ട് അവനെ നിങ്ങൾ വിളിക്കൂ, അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. അല്ലാഹുവിന്റെ വിശിഷ്ടങ്ങളായ ആ നാമങ്ങളുടെ മധുരമെന്താണെന്നും അതിന്റെ സവിശേഷതകളും പ്രത്യേകതകളും എന്തൊക്കെയാണെന്നും ഇവിടെ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനോട് ചേർത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു കാര്യമുണ്ട്. എന്താണത്? വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി. അല്ലാഹുവിന്റെ ആ നാമങ്ങൾ അത് കോട്ടിമാറ്റുന്ന, ആ നാമങ്ങളെ ചരിച്ചുകളയുന്ന, ആ നാമങ്ങളിൽ കൈക്രിയ കാണിക്കുന്ന ആളുകൾ, അവരെ നീ വിട്ടുകളയുക. സയ്യുജസൗന മാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം വഴിയെ നൽകപ്പെടുന്നതാണ് എന്ന ഒരു താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നൽകുന്നത്. അല്ലാഹുവിന്റെ അസ്മായിലോ റബ്ബിന്റെ സിഫാത്തിലോ ഒരു തരത്തിലുള്ള ഇൽഹാദുകളും പാടുള്ളതല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുന്നത്. ഒരു തരത്തിലുള്ള കൈക്രിയകളും പാടില്ല എന്നാണ് അല്ലാഹു ഇവിടെ താക്കീത് ചെയ്യുന്നത്. എന്താണ് ഇൽഹാദ്? ഇൽഹാദ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളെ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ നാമവിശേഷണങ്ങളെ കൂട്ടിമാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിക ലോകം വളരെ വിശദമായി തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അത് പറയുന്നു. ഖുർത്തുബി ഇമാം മാത്രമല്ല, ഇബ്നു കസീറും ഇമാം തുബരിയുമൊക്കെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇത് വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഇൽഹാദ് എന്ന് പറഞ്ഞാൽ? വൽ ഇൽഹാദു യകൂനു ബിസലാസത്തി ഔജുഹ്. ഇൽഹാദിന് 3 മുഖങ്ങളുണ്ട്, 3 തരത്തിലുണ്ട് ഇൽഹാദ്. അല്ലാഹുവിന്റെ അസ്മാഉ വസിഫാത്തുകളിലെ നിഷേധമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിലെ കൈക്രിയ എന്ന് പറഞ്ഞാൽ അത് 3 തരത്തിൽ സംഭവിക്കാം. അഹദുഹ, അതിൽ ഒന്നാമത്തത് ബിത്തഗീരി ഫിഹാ
കമാ ഫഅലഹുൽ മുശ്രികൂൻ, മക്കാ മുശ്രിക്കുകളായ അള്ളാഹുവിന് കൂറുകാരെ ഉണ്ടാക്കിയ ആളുകൾ അവർ ചെയ്തതുപോലെ, അവർ ചെയ്ത കൈക്രിയകൾ പോലെ, അവർ ചെയ്ത ഇടപെടലുകൾ പോലെയുള്ള ഇടപെടലുകൾ. എന്തായിരുന്നു അവർ ചെയ്തത്? വദാലിക അന്നഹും അദലൂ ബിഹാ അമ്മാ ഹിയ അലൈഹി ഫസമ്മൂ ബിഹാ ബിഔസാനിഹിം വദാലിക അന്നഹും അദലൂ ബിഹാ അമ്മാ ഹിയ അലൈഹി ഫസമ്മൂ ബിഹാ ഔസാനഹും. അവർ അള്ളാഹുവിന്റെ നാമങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ആ നാമങ്ങൾ എടുത്ത് അവരുടെ വിഗ്രഹങ്ങൾക്ക് അവർ ഇട്ടുകൊടുത്തു. അവർ വിഗ്രഹങ്ങൾക്കത് അവർ സ്ഥാപിച്ചു കൊടുത്തു. എങ്ങനെ? ഫസ്തഖുല്ലാത മിനല്ലാഹ് വൽ ഉസ്സാ മിനൽ അസീസ് വമനാത മിനൽ മന്നാൻ. അൽ ഇലാഹ്, അല്ലാഹു എന്ന നാമത്തെ വക്രീകരിച്ച് അവർ അതിനെ അല്ലാത്ത് എന്നാക്കി. അത് ആ അല്ലാത്ത് എന്ന പേര് ഒരു വിഗ്രഹത്തിലിട്ട് കൊടുത്തു. മാത്രമല്ല അല്ലാഹുവിന്റെ മറ്റൊരു നാമമായ അൽ അസീസ്, ആ അസീസ് എന്ന നാമത്തെ വക്രീകരിച്ച് ഉസ്സ എന്നാക്കി അത് വേറൊരു വിഗ്രഹത്തിലിട്ട് കൊടുത്തു. വമനാത മിനൽ മന്നാൻ, മന്നാൻ എന്ന അള്ളാഹുവിന്റെ ആ സിഫത്തെടുത്ത് വക്രീകരിച്ച് അതവർ മറ്റൊരു വിഗ്രഹത്തിലിട്ട് കൊടുത്തു. ഇതൊരു തരം തഗ്യീറാണ്, മാറ്റം വരുത്തിയതാണ്, ഇൽഹാദാണ് എന്ന് വളരെ വ്യക്തമായി ഇസ്ലാമിക ലോകം പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അള്ളാഹുവിന്റെ നാമങ്ങളെടുത്ത് ആ നാമങ്ങളോടുള്ള ബഹുമാനാദരവുകൾ നശിപ്പിച്ചുകൊണ്ട് ഏതൊരു കാര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നുവോ, അല്ലാഹു സുബ്ഹാനഹു വ തആല എതിർക്കുന്നുവോ, ആ കാര്യത്തിലേക്ക് ആ അള്ളാഹുവിന്റെ നാമത്തെ വക്രീകരിച്ച് അവർ ചേർത്തത് ഇൽഹാദായിക്കൊണ്ടാണ് ഇസ്ലാമിക ലോകം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ ഇമാം സുബിരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇതെങ്ങനെയായിരുന്നുവെന്ന് ഒന്നുകൂടി വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. സൂറത്തു നജ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മക്കാ ഖുറൈശികളോട്. എന്താ ചോദിക്കുന്നത്? അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വൽ വമനാത സാലിസത്തൽ ഉഖറാ. ഈ രൂപത്തിൽ ലാത്തയെയും ഉസ്സയെയും നിങ്ങൾ കണ്ടുവോ, നിങ്ങൾ കാണുന്നില്ലയോ എന്ന രൂപത്തിൽ അല്ലാഹു ചോദിച്ച ആ ചോദ്യം അത് വിശദീകരിച്ചുകൊണ്ട് ഇമാം തബരി പറയുന്നത്, യഖൂലു തആല ദിക്റുഹു അഫറഅയ്തും അയ്യുഹൽ മുശ്രികൂൻ, ഓ മുശ്രിക്കുകളായ ആളുകളെ നിങ്ങൾ കാണുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ആരെക്കുറിച്ചല്ല? ഇക്കാണുന്ന ലാത്ത് വഹിയ മിനല്ലാഹ്, ഈ അല്ലാത്ത് എന്ന ആ നാമം അള്ളാഹുവിൽ നിന്ന് സ്വീകരിച്ചതായിരുന്നുവല്ലോ, അല്ലെങ്കിൽ അത് എടുത്തതായിരുന്നുവല്ലോ. എങ്ങനെയാണ് അത് വക്രീകരിച്ചത്? ഉൽഹിഖത് ഫീഹി താഉ ഫഉന്നിസത്, അതിൽ അഥവാ അൽ ഇലാഹ് എന്നതിൽ അല്ലെങ്കിൽ അല്ലാഹു എന്നതിൽ തഅനീസിന്റെ താ ഇട്ടുകൊടുത്തുകൊണ്ട് അതിനെ സ്ത്രീലിംഗമാക്കി മാറ്റിയിട്ട് അല്ലാത്ത് എന്നാക്കി മാറ്റി. കമാ ഖീല അംറുൽ ലിദ്ദക്കർ, സാധാരണ നമ്മൾ അംറ് എന്ന് പറയാറുണ്ട്. വൽ ഉൻസ, അതിന്റെ സ്ത്രീലിംഗ പ്രയോഗമായി അംറ എന്ന് പറയുന്നത് പോലെ. വകമാ ഖീല ലിദ്ദക്കരി അബ്ബാസ്, നമുക്കറിയാം അബ്ബാസ് എന്ന് പുരുഷന്മാർക്ക് പേരിടാറുണ്ട്. തുമ്മ ഖീല ലിൽ ഉൻസ, ഈ രൂപത്തിൽ അബ്ബാസ് അതിനെ സ്ത്രീലിംഗമാക്കാൻ തഅനീസ് അതിനോട് ചേർത്തുകൊണ്ട് അബ്ബാസ എന്ന് പറയുന്നത് പോലെ അല്ലാഹ് എന്ന നാമത്തെ സ്ത്രീലിംഗ രൂപമാക്കി മാറ്റി അതിലേക്ക് തഅനീസിന്റെ താ ചേർത്ത് അല്ലാത്ത് എന്ന് നിങ്ങൾ വക്രീകരിച്ചത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, നിങ്ങൾ നോക്കുന്നില്ലേ, നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ലേ? ഫകദാലിക സമ്മൽ മുശ്രികൂന ഔസാനഹും ബിഅസ്മാഇല്ലാഹി തആല ദിക്റുഹു വതഖദ്ദസത് അസ്മാഉഹു. അതുപോലെ തന്നെ മറ്റു അള്ളാഹുവിന്റെ നാമങ്ങളെയും വിഗ്രഹങ്ങൾക്ക് വേണ്ടി ഇപ്രകാരം അവർ വക്രീകരിച്ചു എന്ന് മാത്രമല്ല, അത് വലിയ വളരെയധികം മഹത്വവൽക്കരിച്ചുകൊണ്ടത് അവർ പറയുകയും ചെയ്തു. ഫഖാലു മിനല്ലാഹി അല്ലാത്ത് വമിനൽ അസീസി അൽ ഉസ്സ, ഈ ലാത്ത് എന്നുള്ളത് അള്ളാഹുവിൽ നിന്നാണ്, അതുപോലെ തന്നെ ഉസ്സ എന്നുള്ളത് അസീസിൽ നിന്നാണ്. ഈ രൂപത്തിൽ അവർ അള്ളാഹുവിന്റെ നാമങ്ങളെ വക്രീകരിച്ചു. ഇതൊരു തരം ഇൽഹാദാണ് എന്നുള്ളത് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അഥവാ അള്ളാഹുവിന്റെ നാമങ്ങളെ എടുത്തത് സൃഷ്ടികൾക്ക് മറ്റൊരു രൂപത്തിൽ വക്രീകരിച്ച് അവതരിപ്പിച്ചു കൊടുക്കുക. ഇത് മുൻകാലഘട്ടങ്ങളിൽ സംഭവിച്ചതാണെങ്കിൽ ഇതിന് സമാനമായ പ്രവർത്തനങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും, ആളുകൾക്കിടയിൽ കാണാൻ കഴിയും. എത്രത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ മാത്രമല്ല, അതിന് പുറമെയും അള്ളാഹുവിന് വിശിഷ്ടങ്ങളായ നാമങ്ങളുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ സവിശേഷങ്ങളായ ആ 99 നാമങ്ങളുടെ പ്രത്യേകത മൻ അഹ്സാഹാ ദഖലൽ ജന്ന,
ആരെങ്കിലും ആ 99 നാമങ്ങൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്താൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം അസ്മാഉൽ ഹുസ്ന എന്നാണ് അതിന്റെ പേര്. ഈ രൂപത്തിൽ ആ അസ്മാഉൽ ഹുസ്ന എന്നുള്ള സവിശേഷമായ 99 നാമങ്ങൾ, ആ നാമങ്ങൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ചില തരീഖത്തുകാര് അനുവർത്തിക്കുന്നുണ്ട്. എന്റെ കയ്യിലുള്ളത് അൽ ഫുയൂദാത്തുർ റബ്ബാനിയ ഫിൽ മആതിർ വൽ ഔറാദുൽ ഖാദിരിയ എന്ന ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ ഖാദിരിയ തരീഖത്തിലെ ആളുകളെ പരിശീലിപ്പിക്കുന്ന കൂട്ടത്തിൽ അവർക്കുള്ള ഔറാദായി കൊടുക്കുന്ന ദിക്റുകളിൽ ഒന്ന് ഈ അസ്മാഉൽ ഹുസ്നയാണ്. ആ അസ്മാഉൽ ഹുസ്ന എണ്ണിപ്പറയാൻ പറയുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക വഅതവസ്സലു ഇലൈക വഅതവജ്ജഹു ഇലൈക വഅതളറഉ ഇലൈക ബിഅസ്മാഇകൽ ഹുസ്ന ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു അർറഹ്മാനു ജല്ല ജലാലു അർറഹീമു ജല്ല ജലാലു അൽ മലിക്കു ജല്ല ജലാലു അൽ ഖുദ്ദൂസ് ജല്ല ജലാലു അസ്സലാമു ജല്ല ജലാലു. അവിടെ നിന്ന് അവസാനം വരെ അള്ളാഹുവിന്റെ 99 നാമങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ചെല്ലുവാനുള്ള പാഠം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഇതേ ഖാദിരിയത്തിന്റെ ആളുകൾ തന്നെ അവർ അനുവർത്തിക്കുന്ന മറ്റൊരു ചടങ്ങെന്താണ് എന്ന് ചോദിച്ചാൽ തഫ്രീഹുൽ ഖാത്തിറിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അള്ളാഹുവിന് 99 നാമങ്ങൾ ഉള്ളതുപോലെ ഷെയ്ഖ് ജീലാനിക്കും 99 നാമങ്ങൾ അവർ സ്ഥാപിച്ചിരിക്കുകയാണ്. 99 നാമങ്ങൾ അള്ളാഹുവിനുള്ളതുപോലെ ഈ മുഹീദ്ദീൻ ഷെയ്ഖിനും 99 നാമങ്ങളുണ്ട് എന്ന നിലക്ക് ആ 99 നാമങ്ങൾ തഫ്രീഹുൽ ഖാത്തിറിൽ എടുത്തുകൊടുക്കുകയാണ്. അൽ ഖുത്ബ് അബ്ദുൽ ഖാദിർ അസ്സയ്യിദ് മുഅയ്യിദ് കരീം അളീം ഷരീഫ് വരീഫ് എന്നിങ്ങനെ തുടങ്ങിയിട്ട് അതേ വാരിസ് ഹാരിസ് എന്നിങ്ങനെ പറഞ്ഞു വന്നിട്ട് ഹസനി ഹുസൈനി എന്നിങ്ങനെ പറഞ്ഞ് ആലിം ഹാക്കിം മുബീൻ മിസ്ബാഹ് മിഫ്താഹ് ഷാക്കിർ എന്നിങ്ങനെ തുടങ്ങി സ്വാലിഹ് നാസിഹ് പിന്നെ ലബീബ് ഹബീബ് എന്നിങ്ങനെ 99 നാമങ്ങൾ മുഹീദ്ദീൻ ഷെയ്ഖിന് ചാർത്തി കൊടുക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല അതിന്റെ അവസാനം എഴുതി വെച്ചിരിക്കുന്നു. ചില ആളുകൾ പറയുകയാണ്, എന്ത് മൻ റഖാ ബിഹാദിഹിൽ അസ്മാ, ഈ നാമങ്ങൾ കൊണ്ട് ആരെങ്കിലും മന്ത്രിച്ചാൽ, ആരെങ്കിലും ഇതുകൊണ്ട് മന്ത്രിച്ചാൽ ഔ കതബഹാ ഫീ തമീമ, അല്ലെങ്കിൽ ആരെങ്കിലും ഈ നാമങ്ങൾ ഒരു ഐക്കലിൽ എഴുതി വെച്ചാൽ, മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഈ 99 നാമങ്ങൾ അത് ഒരു ഐക്കലിൽ ആരെങ്കിലും എഴുതി കെട്ടുകയും അമലഹ അതവൻ ചുമക്കുകയും ചെയ്താൽ സലിമ മിൻ മസ്സി ശൈത്വാൻ, പിശാചിന്റെ സ്പർശനങ്ങളിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടുപോയി എന്നാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് പണ്ട് അള്ളാഹുവിന്റെ നാമങ്ങളെ വക്രീകരിച്ചുകൊണ്ട് അത് വിഗ്രഹങ്ങൾക്ക് ചാർത്തിക്കൊടുത്തതുപോലെ, അതിനെ മാറ്റിമറിച്ചുകൊണ്ട് വിഗ്രഹങ്ങൾക്ക് ചാർത്തിക്കൊടുത്തതുപോലെ 99 നാമങ്ങൾക്ക് പകരം 99 നാമങ്ങൾ ഷെയ്ഖിന് ഇട്ടുകൊടുത്ത് അതിന് പ്രത്യേകമായ പോലീസുകളും പ്രത്യേകതകളും പറഞ്ഞ് അത് എഴുതിക്കെട്ടിയാൽ അത് ചുമന്നു നടന്നാൽ നിങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന രൂപത്തിൽ പഠിപ്പിക്കപ്പെടുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ, അത് ഈ പറഞ്ഞ രൂപത്തിലുള്ള ഇൽഹാദാണ്. ഈ രൂപത്തിലുള്ള ഇൽഹാദിന് പുറമെ വേറൊന്നെന്താണ്? രണ്ടാമത്തെ ഇൽഹാദ് എന്താണ്? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ വക്രീകരിച്ചുകൊണ്ടത് പടപ്പുകൾ കിട്ടുകൊടുക്കുന്ന ഇൽഹാദ് കഴിഞ്ഞാൽ രണ്ടാമത്തെ തസാനി ബിസിയാദത്തി ഫീഹാ, അല്ലാഹുവിന്റെ അസ്മാഉകളിൽ വർധനമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇല്ലാത്ത പേരുകൾ അള്ളാഹുവിന് ചാർത്തിക്കൊടുക്കുക. സാധാരണ നമുക്കറിയാം ക്രൈസ്തവരായ ആളുകൾ പിതാവ്, അബ്, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറഞ്ഞ് അവരുടേതായ ചില വിക്രിയകളിലൂടെ രൂപീകരിച്ച വാചകങ്ങളെയും വാക്കുകളെയും അള്ളാഹുവിലേക്ക് ചാർത്തിക്കൊടുക്കുക. പക്ഷേ അള്ളാഹ് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ അസ്താലിസു, മൂന്നാമത്തത് ബിന്നുഖ്സാനി മിൻഹാ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വിശിഷ്ടങ്ങളായ നാമങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കുറവ് വരുത്തുന്ന രൂപത്തിലുള്ള വാക്കുകളും നാമങ്ങളും അള്ളാഹുവിന് ചാർത്തിക്കൊടുക്കുക. ഏതുപോലെ ഇമാം ഖുർത്തുബി വിശദീകരിക്കുന്നത് കാണാം. കമാ യഫ്അലുൽ ജുഹാലുല്ലദീന യഖ്തരിഊന അദ്ഇയതൻ യുസമ്മൂന ഫീഹാ അല്ലാഹ തആല ബിഗൈരി അസ്മാഇഹി, ചില ജുഹാലുകളായ വിവരദോഷികളായ ആളുകൾ അവരവരുടെ ദുആകളിൽ അവരുടെ പ്രാർത്ഥനകളിൽ യുസമ്മൂന ഫീഹാ അല്ലാഹ ബിഗൈരി അസ്മാഇഹി, അല്ലാഹുവിനില്ലാത്ത നാമങ്ങൾ അല്ലാഹുവിനെ വിളിക്കുക. പടച്ച റബ്ബിന് സൃഷ്ടാവായ ഖാലിഖായ റബ്ബിനില്ലാത്ത നാമങ്ങൾ, ആ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ വിളിക്കുക. മാത്രമല്ല വയദ്കുറൂനഹു ബിഗൈരി മാ യുദ്കറു മിൻ അഫ്ആലിഹി,
ഇലാ ഗൈരി ദാലിക മിമ്മാ ലാ യലീഖു ബിഹി. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരിക്കലും യോജിക്കാത്ത രൂപത്തിൽ ആ വിശേഷണങ്ങളെ വിശേഷിപ്പിക്കുകയും അതിങ്ങനെ പറയുകയും അങ്ങനെ പ്രാർത്ഥനകളിൽ പല പേരുകൾ കൊണ്ട് അല്ലാഹുവിനെ ഒരിക്കലും അവൻ അർഹിക്കാത്ത നാമങ്ങൾ കൊണ്ട് അവന് യോജിക്കാത്ത നാമങ്ങൾ കൊണ്ട് അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതും ഒരു തരം ഇൽഹാദാണ് എന്നാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വളരെ ശക്തമായി പറഞ്ഞത്. മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ പറയുന്നു, ഖാല ഇബ്നുൽ അറബി, മഹാനായ ഇബ്നുൽ അറബി റഹിമഹുല്ലാഹ് പറയുന്നു, ഫഹദാരി മിൻഹാ വലാ യദുറന്ന അഹദുക്കും ഇല്ലാ ബിമാ ഫീ കിതാബില്ലാഹി വൽ കുതുബിൽ ഖംസ. ഒരിക്കലും നിങ്ങളിലെ ഒരാളും തന്നെ അല്ലാഹുവിനെ വിളിക്കരുത്, റബ്ബിനെ വിളിക്കരുത്, റബ്ബിനോട് ദുആ ചെയ്യരുത്. എന്തുകൊണ്ടല്ലാതെ ഇല്ലാ ബിമാ ഫീ കിതാബില്ലാഹി വൽ കുതുബിൽ ഖംസ, അല്ലാഹുവിന്റെ കിതാബിൽ അല്ലാഹുവിന് പറഞ്ഞിട്ടുള്ള പേരുകൾ കൊണ്ടല്ലാതെ. അതല്ലെങ്കിൽ കുതുബുൽ ഖംസ എന്ന് പറയാവുന്ന വഹിയൽ ബുഖാരിയു വ മുസ്ലിമുൻ വ തുർമുദിയു വ അബൂ ദാവൂദ വ നസായി. ഇമാം ബുഖാരിയെ പോലെ, മുസ്ലിമിനെ പോലെ, തുർമുദിയെ പോലെ, അബൂദാവൂദിനെ പോലെ, നസായിയെ പോലെ അതേ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയാൻ കഴിയുന്ന ഫഹാദിഹിൽ കുതുബുല്ലത്തി യദൂറുൽ ഇസ്ലാമു അലൈഹാ, അള്ളാഹുവിന്റെ ദീൻ, ആ ദീനിന്റെ കാമ്പും കഴമ്പും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ അള്ളാഹുവിനെ വിശേഷിപ്പിച്ച വിശേഷണങ്ങൾ, ഹദീസുകളിൽ വന്ന വിശേഷണങ്ങൾ, അതല്ലെങ്കിൽ അതിനോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന വഖദ് ദഖല ഫിഹാ മാ ഫിൽ മുവത്ത അല്ലദീ ഹുവ അസ്ലു തസ്വാനീഫി, ഏതൊരു ഈ പറയപ്പെട്ട മുസന്നഫാത്തുകളുടെ മുഴുവനും അസ്ലായി പറയാൻ കഴിയുന്ന മുവത്ത പോലെയുള്ള സ്വീകാര്യമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സ്വഹീഹായ നിലക്ക് വന്ന ഹദീസിൽ നിന്നു ലഭിച്ച നാമങ്ങൾ കൊണ്ടല്ലാതെ അല്ലാഹുവിനെ നിങ്ങൾ വിളിക്കരുത്. ബദറുമാ സിവാഹ, അതിനു പുറമെ നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും ഓരോ പേരുകളും നിങ്ങൾ അത് ഒഴിവാക്കി കളഞ്ഞേക്ക്. വലാ യഖൂലന്ന അഹദുക്കും അഖ്താറു ദുആ കദാ വകദാ, ഞാൻ ഇതാ ഇന്ന തേട്ടങ്ങൾ, ഇന്ന വിളികളെ എന്റെ ഇഷ്ടത്തിന് ഞാൻ തെരഞ്ഞെടുത്തു എന്ന് നിങ്ങളിൽ ഒരാളും പറയരുത്, ഒരാളും പറഞ്ഞു പോകരുത്. എന്ത്? ഞാനിതാ എനിക്കുള്ള വിളികൾ ഞാൻ തെരഞ്ഞെടുക്കുകയാണ്. ഫഇന്നല്ലാഹ ഖദ് ഇഖ്താറ ലഹു വഅർസല ബിദാലിക ഇലൽ ഖൽഖി റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിലേക്ക് അവന്റെ പ്രവാചകന്മാരെ പറഞ്ഞു വിട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിളിക്കാനുള്ള നാമങ്ങൾ, അവനെ വിശേഷിപ്പിക്കാനുള്ള വിശേഷണങ്ങൾ കൃത്യമായി നമുക്ക് തെരഞ്ഞെടുത്തു തന്നിട്ടുണ്ട്. അതിനെ അവലംബിക്കുകയല്ലാതെ മറ്റുള്ള വഴികൾ തേടരുത്, അതിൽ അതിലേക്ക് വീണുപോകാൻ സാധ്യതയുണ്ട് എന്ന് ഇസ്ലാമിക ലോകം വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇത്രയും ഗൗരവമാണ് അല്ലാഹുവിന്റെ അസ്മാ സിഫാത്തുകളെ സംബന്ധിച്ച വിശേഷണങ്ങൾ. ആ വിശേഷണം മാത്രമല്ല, അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഇത്രയും ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. അതിലൊരിക്കലും ഒരു തരത്തിലുള്ള തഅ്തീലുകളും തശ്ബീഹുകളും നുഖ്സാനുകളും അതുപോലെ സിയാദത്തുകളും സംഭവിച്ചുകൂടാ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകം വളരെ ഗൗരവത്തോടെ അത് പറഞ്ഞു. എന്നാൽ ഇതിനെ വളരെ ലാഘവത്തോടെ കണ്ടയാളുകൾ, വളരെ നിസ്സാരവൽക്കരിച്ചു കണ്ടയാളുകൾ പലരുമുണ്ട്. അല്ലാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളെ വളരെ ലാഘവത്തോടെ കാണുക മാത്രമല്ല, വക്രീകരിച്ച ആളുകൾ, നമുക്കറിയാം മുശബ്ബിഹുകൾ ലോകത്ത് കടന്നു വന്നു. ഫഇന്നൽ മുശബ്ബിഹത വസഫൂഹു ബിമാ ലം യഅ്ദിൻ ഫീഹി വൽ മുഅത്തിലതു സലബൂഹു മത്തസഫ ബിഹി. ഈ പറയുന്ന മുശബ്ബിഹുകൾ എന്ന് പറയുന്ന ആളുകൾ, ആ മുശബ്ബിഹുകളായ അള്ളാഹുവിനെ മറ്റുള്ള സൃഷ്ടികളോട് ഉപമിച്ച, അള്ളാഹുവിനെ സദൃശരെ ഉണ്ടാക്കിയ ആളുകൾ ലോകത്ത് കടന്നു വന്നു. വളരെ ഗൗരവത്തിലാണ് ഇസ്ലാമിക ലോകം അവരെ സംബന്ധിച്ച് പറഞ്ഞത്. ഏതെല്ലാം തരത്തിലുള്ള വക്രീകതകളാണ് അവർ നടത്തിയത് ഈ മുശബ്ബിഹുകളായ ആളുകൾ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിച്ചുകൊണ്ട് മുഅ്തലത്തിന്റെ ആളുകൾ, അതിനെ തഅ്തീൽ ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ തകർത്തെറിയുന്ന ആളുകൾ ലോകത്ത് കടന്നു വന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നമുക്കറിയാം നമുക്കിടയിൽ പോലും അള്ളാഹുവിനെ നന്നായി മനസ്സിലാക്കാത്ത ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സർവ്വവ്യാപിയാക്കുന്ന ആളുകൾ, മരത്തിലും മുള്ളിലും മുരടിലും മുറുക്കം പാമ്പിലും എങ്ങനെ എല്ലായിടത്തും അള്ളാഹു ഇരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ, അങ്ങനെ വിശേഷിപ്പിക്കുന്ന ആളുകൾ, ലാ മൗജൂദ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒന്നുമില്ല എന്ന ദിക്റുമായി നടക്കുന്ന ആളുകൾ, മാഫിൽ ജുബ്ബത്തി ഗൈറുല്ലാഹ്, എന്റെ ജുബ്ബയിൽ അല്ലാഹ് അല്ലാതെയില്ല എന്ന് ദിക്ർ ചൊല്ലുന്ന ആളുകൾ,
സുബ്ഹാനി സുബ്ഹാനി എന്ന് പറയുന്ന ആളുകൾ, അനൽ ഹഖ് ഞാൻ തന്നെയാണ് അല്ലാഹ് എന്ന് വാദിക്കുന്ന ആളുകൾ. ഇതൊക്കെ നമുക്കറിയാം. സൂഫി ലോകത്ത് നമുക്ക് കാണാൻ കഴിയാണ്. അള്ളാഹുവിനെ അല്ലെങ്കിൽ അവന്റെ നാമത്തെ, അവന്റെ സിഫത്തുകളെ, അവന്റെ പ്രത്യേകതകളെ വക്രീകരിച്ചുകൊണ്ട് അല്ലാഹ് പറഞ്ഞിടത്ത് നിൽക്കാതെ സുബ്ഹാനല്ലാഹ് എന്ന് പറയേണ്ടതിന് പകരം സുബ്ഹാനി സുബ്ഹാനി എന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. മാഫിൽ ജുബ്ബത്തി ഇല്ലല്ലാഹ്, ഈ ജുബ്ബക്കുള്ളിൽ അല്ലാഹയല്ലാതെ വേറെ ആരുമില്ല. അനൽ ഹഖ് ഞാൻ തന്നെയാണ് അല്ലാഹ് എന്നെല്ലാമാണ് പറയുന്നത്. യഖുലു റബ്ബുൻ റബ്ബ, ഒരാൾ ഒട്ടി കഴിക്കുമ്പോൾ പറഞ്ഞ വാചകമാണ് റബ്ബ് റബ്ബിനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രൂപത്തിൽ ഒരു സംഘം ആളുകൾ അങ്ങനെ, വേറൊരു സംഘം ആളുകളോ നേരത്തെ പറഞ്ഞ മുഷബ്ബിഹാത്തുകൾ, മുഷബ്ബിഹുകളായ ആളുകൾ, അള്ളാഹുവിനെ സദൃശ്യരുണ്ടാക്കുന്ന ആളുകള്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വളരെ വിശദമായി തന്നെ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ലോകത്ത് കഴിഞ്ഞുപോയ ഒരുപാട് പിഴച്ച കക്ഷികൾ, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്ത ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകളെ നിഷേധിച്ച ആളുകൾ, അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഒരുപാട് വീഴ്ച വരുത്തിയ ആളുകൾ. അതിനെ സംബന്ധിച്ച് ശൈഖ് ജീലാനി വിശദീകരിക്കുന്നത് കാണാം. ഫസ്ലുൻ ഫഅസ്ലു 73 ഫിർഖ 10 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 73 വിഭാഗം ആളുകൾ വരുമെന്ന് പറഞ്ഞതിൽ ആ 73 വിഭാഗം അതിന്റെ അസ്ലു 10 10 ഒതുങ്ങി നിൽക്കും. ആ 10 നിന്നാണ് പിന്നെ വളർന്നു വലുതായി 73 പോകുന്നത്, ശാഖകളായി, ഉപശാഖകളായി. അത് ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് അദ്ദേഹത്തിന്റെ അൽ ഉന്നയിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിൽ 10 വിഭാഗത്തെ അദ്ദേഹം എടുത്തു പറഞ്ഞു. ഒന്ന് അഹ്ലു സുന്ന, 2 വൽ ഖവാരിജു വശിയത്തു വൽ മുഅ്തസിലത്തു വൽ മുർജിഅത്തു വൽ മുശബ്ബിഹത്തു വൽ ജഹ്മിയ്യത്തു വൽ ളറാരിയത്തു വൻ നജ്ജാരിയത്തു വൽ കലാബിയത്തു. ഇങ്ങനെ 10 വിഭാഗം ആളുകൾ. ഈ 10 വിഭാഗം ആളുകളെ എടുത്തു പറഞ്ഞതിനു ശേഷം അവരിൽ ഓരോ വിഭാഗത്തെയും വിശദീകരിക്കുകയാണ്. ശിയാക്കളെ സംബന്ധിച്ച്, അതിൽ തന്നെ കടുകട്ടിയായ റാഫിലുകളെ സംബന്ധിച്ച്, അതിന്റെ ഉള്ളിലുള്ള വാലിയ, സൈദിയ, റാഫിലിയ തുടങ്ങിയ കക്ഷികളെ സംബന്ധിച്ച് മാത്രമല്ല, വീണ്ടും വീണ്ടും വിശദീകരിച്ചുകൊണ്ട് മുർജിആക്കളെ സംബന്ധിച്ച്, ജഹ്മിയാക്കളെ സംബന്ധിച്ച്, കറാമിയാക്കളെ സംബന്ധിച്ച്, മുഅ്തസിലിയാക്കളെ സംബന്ധിച്ച്, അങ്ങനെ ഓരോ സംഘത്തെയും ഇങ്ങനെ വിശദീകരിച്ച് വന്നുകൊണ്ട് പറയുന്നു. അത് മുഷബ്ബിഹുകളായ ആളുകൾ, അത് അവരെക്കുറിച്ച് പറയാണ്. ഫലഹും സലാത്തു ഫിറഖ്, അവർ 3 തരക്കാരാണ്, 3 കക്ഷികളാണ്. അൽ ഹിശാമിയത്തു വൽ മുഖാത്തിലിയത്തു വൽ വാസിമിയത്തു. ഒന്ന് മുഖാത്തിലിയത്താണ്, വാസിമിയത്താണ്, ഹിശാമിയത്താണ്. എന്നിട്ട് പറയുന്നു വല്ലദി ഇത്തഫഖത അലൈഹിൽ ഫിറഖു തലാത്ത്, ഈ മുഷബ്ബിഹാത്തുകളിൽ 3 തരക്കാരും 3 വിഭാഗക്കാരും 3 പാർട്ടിക്കാരും അവരേകോപിച്ചിട്ടുണ്ട്. ഏത് വിഷയത്തിൽ? അന്നല്ലാഹ തആല ജിസ്മുൻ, അല്ലാഹു ഒരു ശരീരമാണ്. മാത്രമല്ല അവര് എത്രത്തോളം അതിര് വിട്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അവര് കൃത്യമായി ഇതിന് രേഖകൾ ഉണ്ടാക്കുകയും തെളിവുണ്ടാക്കുകയും കിതാബുകൾ എഴുതി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു എന്നാണ്. വല്ലദീ ഗലബ അലൈഹിം അത്തശ്ബീഹ് ഫിറഖുർ റവാഫിളി വൽ കറാമിയ, അല്ലാഹുവിനെ ഈ രൂപത്തിൽ സദൃശ്യരെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഏറ്റവും അധികം അതിരുകവിഞ്ഞവർ റവാഫിലുകളും കറാമിയാക്കളുമാണ്. അല്ലഫ കുതുബഹും ഹിഷാം ഇബ്നു ഹികം, ഹിഷാം ഇബ്നുൽ ഹികം എന്ന് പറയുന്ന ആള് നേതാവാണ് അവർക്ക് വേണ്ടി കിതാബ് എഴുതി കൊടുത്തത്, ഗ്രന്ഥങ്ങൾ എഴുതി കൊടുത്തത്. വലഹു കിതാബും ഫി ഇസ്ബാത്തിൽ ജിസ്മി, അല്ലാഹുവിന് ശരീരമുണ്ട് എന്ന വാദങ്ങൾ സ്ഥിരപ്പെടുത്തിക്കൊണ്ടൊരു ഗ്രന്ഥം തന്നെ അയാൾ എഴുതി. അമ്മൽ ഹിഷാമിയ, ഈ ഹിഷാമിയ എന്ന് പറഞ്ഞാൽ ഫമൻസൂബത്തുൻ ഇലാ ഹിഷാം ഇബ്നുൽ ഹികം, ആ ഹിഷാം ഇബ്നുൽ ഹകം, ഈ പറയുന്ന ഹിഷാം എന്ന് പറയുന്ന ആ വ്യക്തി, ആ കിതാബ് എഴുതിയ വ്യക്തിയെ പിന്തുടരുന്ന ആളുകൾ എന്ന ആ രൂപത്തിലാണ് ഹിഷാമിയാക്കൾ എന്ന് പറയുന്ന സംഘം രൂപപ്പെട്ടത്. സഅമ അന്നല്ലാഹ ജിസ്മുൻ തവീലുൻ അരീദുൻ അമീഖുൻ നൂറുൻ സാത്തിഉൻ ലഹു ഖദറുൻ, അല്ലാഹുവിന് ശരീരമുണ്ട്, മാത്രമല്ല അല്ലാഹുവിന് നീളമുണ്ട്, പരപ്പുണ്ട്, വീതിയുണ്ട്, അമീഖ് ആഴമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പല വിധത്തിലുള്ള വിദണ്ഡവാദങ്ങളും ഉദ്ധരിച്ചു. വഹുകിയ അൻഹു അന്നഹു ഖാൽ, മാത്രമല്ല അയാൾ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെട്ടത് അഹ്സനുൽ അഖ്ദാരി അൻ യകൂന 7 അഷ്ബാർ, അല്ലാഹുവിന്റെ ഏറ്റവും നല്ല കണക്ക് അത് 7 ചാണാണ് എന്നാണ്. 7 ചാണാണ് അല്ലാഹുവിന്റെ നീളം, അല്ലാഹുവിന്റെ കണക്ക് എന്നൊക്കെ വരെയുള്ള വളരെ അപകടകരമായ വാദം അവർ പറഞ്ഞു. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ 3 കക്ഷികളിൽ മറ്റൊരു കക്ഷിയുണ്ടല്ലോ, മുഖാത്തിലിയ എന്ന് പറയുന്ന കക്ഷി.
ഫമൻസൂബുൻ ഇലാ മുഖാത്തിൽ ബിൻ സുലൈമാൻ. മുഖാത്തിൽ ബിൻ സുലൈമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനിലേക്ക് ചേർത്തുകൊണ്ടാണ് ഈ കക്ഷി അറിയപ്പെടുന്നത്. ഹുകിയ അൻഹു, അയാളെ തൊട്ട് വന്നൊരു വാചകം അന്നഹു ഖാൽ, ഈ പറയുന്ന മുഖാത്തിൽ പറഞ്ഞത് ഇന്നല്ലാഹ തആല ജിസ്മുൻ വഅന്നഹു ജുസ്സത്തുൻ അലാ സൂറത്തിൽ ഇൻസാൻ ലഹ്മുൻ വദമുൻ വലഹു ജവാരിഹുൻ വഅഅദാഉൻ മിൻ റഅസിൻ വലിസാനിൻ വഉനുഖിൻ വഅന്നഹു ഫീ ജമീഇ ദാലിക ലാ യുശ്ബിഹുൽ അശ്യാഅ വലാ തുശ്ബിഹുഹു എന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ രൂപം പോലെയുള്ള രൂപം അതാണ് അല്ലാഹുവിന്. അവന് ലഹമുണ്ട്, ഇറച്ചിയുണ്ട്, ദമുണ്ട്, രക്തമുണ്ട്, വലഹു ജവാരിഹുൻ, അവന് അവയവങ്ങളുണ്ട്, വഅഅദാഉൻ മിൻ റഅസിൻ വലിസാനിൻ വഉനുഖിൻ, അതുപോലെ തന്നെ തലയും നാവും പെരടിയുമൊക്കെയുണ്ട്. ഇങ്ങനെ മനുഷ്യരെ പോലെയുള്ള ഒരാളാണ് എന്നുവരെ വാദിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സംഘം ആളുകൾ പിഴച്ചുപോയി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ മുജസ്സിമാക്കൾക്കെതിരെ വളരെ ശക്തമായി ഇതാ സമരം നടത്തുകയാണ്. അത് ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്നില്ല, പൂർണ്ണമായും അതിനെ തള്ളിക്കളയുകയാണ്. അതോടൊപ്പം തന്നെ ലോകത്ത് കടന്നു വന്ന മറ്റു ചില കക്ഷികൾ നമുക്കറിയാം. അതിൽ മുഅ്തസിലത്തുണ്ട്, ജഹ്മിയ്യത്തുണ്ട്, ഖദരിയ്യത്തുണ്ട്. ഇവരെയൊക്കെ വേറെ എടുത്ത് വിശദീകരിക്കേണ്ടതാണ്. അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ നടപടിക്രമങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കേണ്ടതാണ്. ജഹ്മിയ്യാക്കളുണ്ട്. ഈ ജഹ്മിയ്യാക്കളെ സംബന്ധിച്ചാണെങ്കിലും അവർക്ക് ഒരുപാട് വാദഗതികളുണ്ട്. ആ വാദഗതികളുമായി അവർ രംഗത്ത് വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല, അതേ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിശ്വാസത്തിൽ അവർ ഒരുപാട് പുതിയ വാദഗതികൾ അവതരിപ്പിച്ചു. ഈമാനിന്റെ വിഷയത്തിൽ ഒരുപാട് വാദഗതികൾ അവതരിപ്പിച്ചു. വയസുഉമൂന അന്നൽ ഖുർആന മഖ്ലൂഖുൻ, അല്ലാഹുവിന്റെ ഖുർആൻ അത് അല്ലാഹുവിന്റെ കലാമല്ല, അത് മഖ്ലൂഖാണ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ആ വാദത്തിലേക്ക് അവർ കടന്നു വരാൻ കാരണം വഅൻകറൂ ജമീഅ സിഫാത്തിൽ ഹഖ് അസ്സ വജല്ല തആല അല്ലാഹു അൻ ദാലിക ഉലുവൻ കബീറാ. മുഹീദ് ശൈഖ് തന്റെ കിതാബിൽ പറയുകയാണ്. എന്താ പറയുന്നത്? തീർച്ചയായും അവർ പറഞ്ഞു. എന്താ പറഞ്ഞത്? വാങ്കറു, അവർ നിഷേധിച്ചു ജമീഅ സിഫാത്തിൽ ഹഖ് അസ്സ വജല്ല, ഹഖ് തആലയുടെ പടച്ച റബ്ബിന്റെ സിഫാത്തുകളെ മുഴുവനും അവർ നിഷേധിച്ചു. ആര്? ഈ ജഹ്മിയ്യാക്കളായ ആളുകൾ. ആ രൂപത്തിൽ അതിൽ വിട്ടുപോകുന്ന ആളുകളിൽ നിന്ന് അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്, റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയോ പരിശുദ്ധനാണ്. അവർ പറഞ്ഞു അല്ലാഹു ആലിമാണ്, അലീമാണ്. പക്ഷേ അല്ലാഹുവിന് ഇൽമ് ഉണ്ട് എന്ന് പറഞ്ഞുകൂടാ. അല്ലാഹു സമീഅാണ്, അല്ലാഹുവിന് സമഉണ്ട് എന്ന് പറഞ്ഞുകൂടാ. അല്ലാഹു ബസീറാണ്, അല്ലാഹുവിന് കാഴ്ചയുണ്ട് എന്ന് പറഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ അസ്മാഉകളെ, അല്ലാഹുവിന്റെ ഇസ്മുകളെ, അസ്മാഉൽ ഹുസ്നകളെ അംഗീകരിക്കാം, പക്ഷെ അതിന്റെ സിഫത്തുകളെ അംഗീകരിക്കില്ല. ആ സിഫത്ത് ഞങ്ങൾ ഉൾക്കൊള്ളുകയില്ല എന്ന് വാദിച്ചു വന്ന ആളുകളാണ് ഇവര്. മനസ്സിലാക്കണം. അങ്ങനെ വന്നപ്പോ സ്വാഭാവികമായും മുത്തക്കല്ലിം അള്ളാഹുവിന്റെ സിഫത്തായി അള്ളാഹു സംസാരിക്കുന്നവനാണ് എന്ന് പറയും. പക്ഷേ കലാം എന്നുള്ള ആ സിഫത്ത് അവർ അംഗീകരിച്ചു കൊടുക്കുകയില്ല. അള്ളാഹുവിന് കലാമുണ്ട് എന്ന് പറഞ്ഞുകൂടാ. നേരെ മറിച്ച് അള്ളാഹു മുത്തക്കല്ലിമാണ് എന്ന് പറയാം, പക്ഷെ കലാമുണ്ട് എന്ന വിശേഷണം അത് അംഗീകരിക്കില്ല. അങ്ങനെ വന്നപ്പോ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നത് അംഗീകരിക്കാൻ കഴിയാതെയായി. നേരെ മറിച്ച് അള്ളാഹുവിന്റെ കലാമല്ലത്, അത് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന വാദത്തിലേക്ക് അവരെ വഴുതി വീഴേണ്ടി വന്നു. ആ വീഴൽ സംഭവിച്ചത് അള്ളാഹുവിന്റെ ഈ അസ്മാ സിഫാത്തുകൾ മനസ്സിലാക്കുന്നതിൽ വന്ന വീഴ്ചയാണ് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. അതുകൊണ്ട് ഇസ്ലാമിക ലോകത്തിലുണ്ടായ ദുരന്തങ്ങൾ അത് മാത്രം വേറൊരു വിഷയമായി വിശദീകരിക്കേണ്ടതാണ്. ഈ ഖൽഖുൽ ഖുർആൻ വാദക്കാരെ കടന്നു വന്നതുകൊണ്ട് ഇസ്ലാമിക ലോകത്തിലുണ്ടായ പ്രതിസന്ധികൾ ചുരുക്കി പറഞ്ഞാൽ സുഹൃത്തുക്കളെ, ഈ ജഹ്മിയ്യത്തിൽ തുടങ്ങി വമദ്ഹബുൽ മുഅ്തസിലത്തി വൽ ജഹ്മിയ്യത്തി വൽ ഖദരിയ്യ, അതേ ഈ മുഅ്തസിലത്തിന്റെയും ജഹ്മിയ്യത്തിന്റെയും ഖദരിയ്യത്തിന്റെയും മദ്ഹബ് എന്താണെന്നറിയുമോ? ഈ വിഷയത്തിൽ ഫീ നഫി സിഫാത്തി വാഹിദ്, അല്ലാഹുവിന്റെ സിഫത്തുകളെ നിഷേധിക്കുന്ന വിഷയത്തിൽ ഒരേ വിശ്വാസമാണ് ഇവർക്കെല്ലാവർക്കും ഉള്ളത്, ഒരേ നിലപാടാണ് ഇവർക്കെല്ലാവർക്കും ഉള്ളത് എന്നാണ് ഷെയ്ഖ് ജീലാനി തന്റെ കിതാബിൽ വിശദീകരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിൽ അല്ലാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ ഒരുപാട് പിഴച്ച കക്ഷികൾ ലോകത്ത് കടന്നു പോവുകയും ചെയ്തു. ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ അവർ സുരക്ഷിതമായ ഒരു മാർഗമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ വിശദീകരിച്ച ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അത് വിശദീകരിച്ച് അതിന്റെ അവസാന ഭാഗത്തെത്തുമ്പോ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. ഫഇന്നൽ മുശബ്ബിഹത വസഫൂഹു ബിമാ ലം യഅ്ദിൻ ഫീഹി, മുശബ്ബിഹാക്കൾ അല്ലാഹുവിന് ജിസ്മുണ്ട്, ശരീരമുണ്ട്, ഇങ്ങനെ ശരീരവാദികളായി കടന്നു വന്ന ആളുകൾ
അള്ളാഹുവിനെ സൃഷ്ടികളോട് ഉപമിച്ചുകൊണ്ട് സദൃശ്യപ്പെടുത്തിക്കൊണ്ട് വാദഗതികൾ ഉന്നയിച്ച ആളുകൾ അവരല്ലാഹു അനുവദിച്ചിട്ടില്ലാത്ത കാര്യങ്ങളിൽ കയറി ഇടപെട്ട് അഭിപ്രായം പറഞ്ഞ് നശിച്ചുപോയി. അന്നാലോ തഅ്തീലിന്റെ ആളുകൾ, നിഷേധികളായ ആളുകൾ അള്ളാഹു അവനെക്കുറിച്ചൊരു വിശേഷണം പറഞ്ഞിട്ട് പോലും അത് അംഗീകരിക്കാതെ അതിനെ നിഷേധിച്ചു തള്ളുകയും ചെയ്തു. വലിദാലിക ഖാല അഹ്ലുൽ ഹഖി, അതുകൊണ്ട് തന്നെ ഹക്കിന്റെ അഹ്ലുകാര്, സത്യത്തിന്റെ ആളുകൾ, അവർ ഒരു നിലപാട് അവരുടെ നിലപാടായി പ്രഖ്യാപിച്ചത് ഇന്ന ദീനനാ തരീഖുൻ ബൈന തരീഖൈനി, ഈ പറഞ്ഞ രണ്ടിന്റെയും ഇടയിലാണ് നമ്മുടെ തരീഖ്, നമ്മുടെ മതം, നമ്മുടെ വഴി എവിടെയാണ്? ലാ ബിതശ്ബീഹിൻ വലാ ബിതഅ്തീൽ, അല്ലാഹുവിനെ ഏതെങ്കിലും ഒരു പടപ്പിനോട്, ഒരു സൃഷ്ടിയോട്, ഏതെങ്കിലും ഒരു ശക്തിയോട് ഒരിക്കലും അതിനെ സദൃശ്യപ്പെടുത്തുകയില്ല. മാത്രമല്ല വലാ ബിതഅ്തീൽ, എന്നാൽ അല്ലാഹു അവനുണ്ട് എന്ന് പറഞ്ഞൊരു വിശേഷണം, അല്ലാഹുവിന്റെ ആയത്തിൽ വന്ന ഒരു വിശേഷണം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ വന്ന ഒരു വിശേഷണം അതിനെ നിഷേധിക്കുകയുമില്ല, അതിനെ തള്ളിക്കളയുകയുമില്ല. വസുഇല ശൈഖ് അബുൽ ഹസൻ അൽ ബുഷൻജിയു അൻ തൗഹീദി, മഹാനായ അബുൽ ഹസൻ അൽ ബുഷൻജിയു റഹിമഹുള്ളയോട് തൗഹീദ് എന്താണെന്ന് ചോദിച്ചപ്പോൾ, തൗഹീദിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇസ്ബാതു ദാത്തിൻ ഗൈരി മുശബ്ബഹത്തിൻ ബിദ്ദവാത്തി, അല്ലാഹുവിനെ മറ്റൊന്നിനോടും ഉപമിക്കാതെ സദൃശ്യപ്പെടുത്താതെ സ്വീകരിക്കലാണ്, സ്ഥിരപ്പെടുത്തലാണ്. വലാ മുഅ്തലതൻ മിനസ് സിഫാത്തി, അല്ലാഹുവിന്റെ ഒരു സിഫത്തിനെയും അല്ലാഹുവിന്റെ ഒരു വിശേഷണത്തെയും നിഷേധിക്കാതെ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട്. ഇത് വിശദമായി സംസാരിക്കേണ്ടതാണ്. ഇസ്ലാമിക ലോകം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതുമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയം വളരെ ചുരുങ്ങിയ സമയമായതുകൊണ്ട് ഇതിനുശേഷം ഓരോരോ ഘട്ടങ്ങൾ, ഓരോരോ ഭാഗങ്ങളായി ഇത് വിശദീകരിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അസ്മാഉ സിഫാത്തുകളെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോ അതെങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്? ഒരു വാചകം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശ് എന്ന വിശുദ്ധ ഖുർആൻ സൂറത്ത് അറാഫിലെ 54-ാമത്തെ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് ഫലിന്നാസി ഫീ ഹാദൽ മഖാം മഖാലാത്തുൻ കസീറത്തുൻ ജിദ്ദ, ഈ വിഷയത്തിൽ അഥവാ അല്ലാഹുവിന്റെ ഇസ്തിവാഇനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഈ രൂപത്തിലുള്ള അല്ലാഹുവിന്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ പല തരത്തിലും പല വിധത്തിലും ഉള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ പല വിധത്തിലുള്ള ചർച്ചകളും പല ആളുകളിലും സംഭവിക്കുന്നുണ്ട്. എന്നാൽ വഇന്നമാ നസ്ലുകു ഫീ ഹാദൽ മഖാം മദ്ഹബ സലഫ് അസ്സാലിഹ്, നമ്മൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് നമ്മുടെ പൂർവ്വസൂരികളായ സലഫു സ്വാലിഹുകളായ ആളുകൾ സ്വീകരിച്ച മാർഗമാണ്. ആ മാർഗം മാലിക വൽ ഔസാഇ വൽ തൗരിയ വൽ ലൈസ് ഇബ്നു സഅദ് വൽ ശാഫിഈ വ അഹ്മദ വ ഇസ്ഹാഖ് ഇബ്നു റാഹവൈ വ ഗൈറഹും, അതെ ഈ പറയപ്പെട്ട മുൻഗാമികളായ പൂർവ്വസൂരികളായ ആളുകൾ മിൻ അയിമ്മത്തിൽ മുസ്ലിമീന ഖദീമൻ വ ഹദീസൻ, മുമ്പും ഇന്നും ജീവിക്കുന്ന പൂർവ്വസൂരികളായ ആളുകൾക്ക് പുറമെ അവരെ പിൻപറ്റിക്കൊണ്ട് ഇന്നും ആ മാർഗം അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന പൂർവ്വസൂരികളായ ആളുകളും അതുപോലെ തന്നെ ഇക്കാലത്തുള്ള ആളുകളും ഒരുപോലെ സ്വീകരിക്കുന്ന വഹുവ ഇംറാറുഹാ കമാ ജാഅത് മിൻ ഗൈരി തകീഫിൻ വലാ തശ്ബീഹിൻ വലാ തഅ്തീൽ, അല്ലാഹുവിന്റെ ഒരു വിശേഷണം, അല്ലാഹുവിന്റെ ഒരു ഇസ്മ, അല്ലാഹുവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അതെങ്ങനെയാണോ വഹയിലൂടെ വന്നത് അതങ്ങനെ അംഗീകരിക്കുക എന്നുള്ളതാണ്, അതങ്ങനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും മിൻ ഗൈരി തകീഫിൻ, അതിന് കൈഫിയത്ത് പറയാതെ, അതെങ്ങനെയെന്ന് പറയാതെ, അല്ലാഹു ഇസ്തിവാ ചെയ്തു അല്ലെങ്കിൽ അല്ലാഹു അവന്റെ അർശിൽ ആരോഹണം ചെയ്തു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ എന്ന് പറയാതെ, അല്ലാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്ന് പറയാതെ, അതിന്റെ കൈഫിയത്ത് എങ്ങനെ എന്ന് പറയാതെ, വലാ തശ്ബീഹ്, അത് മറ്റുള്ള ഒന്നിനോടും സദൃശ്യപ്പെടുത്താതെ, ഒരു പടപ്പിനോടും. കാര്യം ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ വളരെ കൃത്യമായി പറഞ്ഞതാണ്, ഒരു സൃഷ്ടിയുമില്ല ലാ യുശ്ബിഹുഹു ശൈഉൻ മിൻ ഖൽഖിഹി, അല്ലാഹുവിനോട് സദൃശ്യമാകുന്ന ഒരു സൃഷ്ടിയും ഇല്ല. കാര്യം ഖുർആൻ പറഞ്ഞതാണ് വലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ, അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒന്നിനോടും അല്ലാഹുവിനെ സദൃശ്യപ്പെടുത്താതെ വലാ തഅ്തീലിൻ, എന്നാൽ അല്ലാഹുവിന്റെ ഒരു ഇസ്മിനെയോ ഒരു സിഫത്തിനെയോ നിഷേധിക്കാതെ അങ്ങനെ തന്നെ എങ്ങനെ വന്നോ വഹുവ ഇംറാറുഹാ കമാ ജാഅത്, അത് വന്നതുപോലെ അംഗീകരിക്കുക എന്ന നിലപാടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട്. ആ നിലപാടിലൂടെ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അല്ലാത്ത പക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാൻ,
അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ, അള്ളാഹുവിനെ അറിഞ്ഞ് ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ കേൾക്കണം, പഠിക്കണം. ഇവിടെ ഉള്ള വെബിനാറിന്റെ മറ്റു ക്ലാസുകളും ഇൻഷാ അല്ലാഹ് ഇതിനെ തുടർന്ന് വരുന്ന അസ്മാ വ സിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചുമുള്ള ക്ലാസുകളും വളരെ ശ്രദ്ധയോടെ പഠിച്ച് അള്ളാഹുവിനെ അറിഞ്ഞ് അവരെ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇലാഹിനെ, ആ റബ്ബിനെ കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ആ റബ്ബിലുള്ള വിശ്വാസം ദൃഢീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മുത്തഖുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.